ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കും കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്ന കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് ഇടുന്നല്ലോ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ 3/4 കപ്പ് മൈദ ഫില്ല് ചെയ്തിട്ട് ബാക്കി കൊക്കോ പൗഡർ ആഡ് ചെയ്തേക്കുന്ന കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്ന കപ്പില്ലേ നമ്മൾ, അങ്ങനത്തെ ടീ കപ്പ് എടുത്തിട്ട് 3/4 കപ്പ് മൈദ എടുത്തിട്ട് ഒരു ബാക്കി കൊക്കോ പൗഡർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ചിലപ്പോൾ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും, എന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയാൽ കേക്ക് ചള്ളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം കേട്ടോ. ഒരു 3 വട്ടം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് ഒരു വട്ടം അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ കട്ടകൾ കാണും, കൊക്കോ പൗഡറിൽ പ്രത്യേകിച്ച് നല്ല കട്ടകൾ കാണും. അപ്പം അതൊക്കെ പോയി കിട്ടാനാണ്. പിന്നെ കേക്ക് ഇച്ചിരി കൂടി സോഫ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതിൽ നല്ല കട്ടകളുണ്ട്. അപ്പോൾ ഈ കട്ടകൾ ഒന്നെങ്കിൽ കളയുക, അല്ലെങ്കിൽ നന്നായിട്ട് തരിയാക്കി ഇതിലേക്ക് തന്നെ ഇടാം. അപ്പോൾ ഇത് അരിച്ചെടുത്ത ശേഷം ഞാൻ നന്നായിട്ട് തന്നെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലായിടത്തും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലായിടത്തും എത്തുകയാണെങ്കിൽ ആ കേക്ക് കറക്റ്റായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നടുഭാഗം മാത്രം പൊങ്ങി വരും, ചിലപ്പോൾ സൈഡ് പൊങ്ങി വരും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ 3 വട്ടം അരിച്ചെടുത്താലും മതി. ഇത് അരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. നല്ല ക്ലീനായിട്ട് വെള്ളം ഒട്ടും ഇല്ലാത്ത ബൗൾ എടുക്കണം. ഞാനിവിടെ ബീറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബീറ്ററിന് പകരം മിക്സിയിലായാലും അടിച്ചെടുത്താൽ മതി. 3 മുട്ടയും കൂടി അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ മൈദ അളന്നെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. 3/4 ഗ്ലാസ് മൈദയും ബാക്കി കൊക്കോ പൗഡർ ഇട്ടിട്ട് മിക്സിയിൽ ഈ 3 മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ബാറ്ററായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ആദ്യം ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റത്തേക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിൽ ആദ്യം ഒരു നുള്ളു ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. ആദ്യം മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തായിരുന്നു. അണ്ടാട്ടോ ബീറ്റ് ചെയ്തേ. അപ്പോൾ ഇത് കുറച്ച് നേരം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 3/4 കപ്പിൽ നിന്ന് 1 ടീസ്പൂൺ കുറവാട്ടോ. കാരണം ഞാൻ അത്രയും മധുരം എടുത്തിട്ടില്ല. ഷുഗർ സിറപ്പൊക്കെ ആകുമ്പോൾ നല്ല മധുരം ആകും. അതുകൊണ്ട് ഞാൻ പഞ്ചസാര അത്ര എടുത്തിട്ടില്ല, അധികം എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 കപ്പ് വരെ എടുക്കാം. എന്നിട്ട് ഇത് കുറച്ചായിട്ട് നമുക്ക് ഈ മുട്ടയുടെ ഇതിലേക്ക് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയായിട്ട് എടുത്തേക്കുന്നത്. നിങ്ങളിപ്പോൾ വിസ്ക് വെച്ചാൽ ബീറ്റ് ചെയ്യുന്നതെങ്കിൽ പൊടിച്ച പഞ്ചസാര എടുക്കണം. മിക്സിയിലാണെങ്കിൽ ഈ പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്താലും മതി. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ട് നല്ല ഫ്ലഫി ആവുന്ന വരെ ഒന്ന് അടിച്ചെടുക്കണം. നല്ല വൈറ്റിഷ് കളർ, ഏകദേശം വൈറ്റിഷ് കളറായിട്ട് കിട്ടും. വിസ്കും മിക്സി യൂസ് ചെയ്ത് ആ കളറിൽ കിട്ടില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. അതൊരു ഭയങ്കര യെല്ലോ കളറിൽ നിന്ന് വേറൊരു കളറായിട്ട് കിട്ടും. അതുവരെ നമുക്ക് നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അടുത്ത് വരും കേട്ടോ ഓയിൽ. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യണം. കോക്കനട്ട് ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് താന്ന് പോകാതെ ശ്രദ്ധിക്കണം. കുറച്ചായിട്ട് ഇടയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 വട്ടം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പയ്യെ ഫോൾഡ് ചെയ്തെടുക്കണം. ധൃതി പിടിച്ചിട്ട് ഫോൾഡ് ചെയ്യല്ല, പയ്യെ സാവധാനം മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഈ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പാല് ചേർക്കണം. ഞാൻ ഒരു 1/4 കപ്പ് പാല് എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണുപ്പ് പോകാനായിരുന്നു. ഫ്രിഡ്ജിലിരിക്കുന്ന പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓവർ ചൂടില്ല കേട്ടോ, ലൈറ്റ് ചൂടേ ഉള്ളൂ. അത് ചേർത്ത് കൊടുക്കണം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ്, പിന്നെ പാല്, അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് പിന്നെ പാല് അങ്ങനെ ചേർത്ത് കൊടുക്കണം. പാലിന് ഒരുപാട് ചൂടാവല്ല കേട്ടോ, ഒരുപാട് ചൂടാവല്ല. പിന്നെ തണുപ്പും ആവല്ല. റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചെറിയ ചൂട്, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബാറ്റർ ഭയങ്കര തിക്കായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി പാല് യൂസ് ചെയ്യാം. പക്ഷേ ഇത്രയും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ ബാറ്ററിന് വേണ്ടത്.
അപ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പം ഈ എഗ്ഗിൻ്റെ മിക്സ്ചർ പൊങ്ങി വന്ന മിക്സ്ചർ താന്ന് പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് പോകും. ഇത് ശരിക്കും മിക്സ് ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാട്ടോ, നിങ്ങൾക്കിത് സ്പീഡ് കൂട്ടി കാണിച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ കേക്ക് ഇച്ചിരിയും കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്തത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി വിനാഗിരി മിക്സ് ചെയ്തെടുക്കാം ഈ ബാറ്ററിലേക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും താമസിക്കാതെ ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഒത്തിരി നേരം പുറത്ത് വെക്കല്ല്. അപ്പോൾ ഞാനിത് ഒരു 7 ഇഞ്ചിൻ്റെ കേക്കിന് ഗ്രീസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ബാറ്റർ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ഗ്രീസ് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മിക്സ് നമുക്ക് റെഡിയായ ഉടനെ തന്നെ ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ടിന്ന് കറക്റ്റാട്ടോ. ഈ ബാറ്റർ കറക്റ്റാണ്. 3 എഗ്ഗ് വെച്ചിട്ടുള്ള മിക്സ് കറക്റ്റാണ്. നമുക്കൊരു 1 kg 1.5 kg വരെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഫുള്ളായിട്ട് ഈ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസ് കളയാനായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 10-20 ടൈംസ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ല കേട്ടോ. ഒത്തിരി എയർ ബബിൾസ് ഇല്ലാതെ ഇരിക്കും. അപ്പം ഞാനിവിടെ ഒരു പഴയ ഫ്രൈയിങ് പാനായിട്ട് എടുത്തിരിക്കുന്നത് 10 മിനിറ്റ് നേരത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇപ്പോൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് കേക്ക് ടിന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ ആ പാത്രത്തിന്. പ്രീ ഹീറ്റ് ചെയ്യണം, എന്നാലും കേട്ടോ കേക്ക് നന്നായിട്ട് വരത്തുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഈ അടപ്പ് ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു വെയിറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 10-25 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടും ബേക്കായി വന്നിട്ടുണ്ട്. 25 മിനിറ്റ് എടുത്തു കേട്ടോ ബേക്കായി വരാനായിട്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാം. ഞാനിത് ലെയർ ചെയ്തിട്ട് ചോക്ലേറ്റ് കേക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ലെയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഞാൻ ഈ കേക്ക് നാളെ ആട്ടോ ഐസിങ് ചെയ്യുന്നത്. ഞാൻ എല്ലാ കേക്കും അങ്ങനെയാണ് ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ ഒരു ടൈറ്റായിട്ടുള്ള ഒരു ബോക്സിലേക്ക് ഇത് മാറ്റിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം ആട്ടോ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ക്ലീൻ ആയിട്ട് ബൗളിലേക്ക് 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വിപ്പിംഗ് ക്രീം ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു കേട്ടോ. ഒരെണ്ണം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർക്കാനുള്ളത്, പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം വൈറ്റ് കളറിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മാറ്റി വെച്ച ക്രീം ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് ബാക്കി ക്രീമിലേക്ക് ഞാനാണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ വിപ്പിംഗ് ക്രീം ചൂടാക്കിയതാട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഈ ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് അരിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞിട്ട് കേട്ടോ ക്രീമിലേക്ക് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ക്രീം ലൂസായി പോകും. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഗനാഷ് ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ ഗനാഷ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗനാഷ് മിച്ചം വെക്കണം നമുക്കിത് കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാനായിട്ട്. അപ്പം ആവശ്യത്തിനനുസരിച്ച് ഗനാഷ് ക്രീമിലേക്ക് ഒഴിക്കുക. നിങ്ങൾക്ക് എന്തോരം കളർ വേണോ അതിനനുസരിച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് വെക്കാം. ചോക്ലേറ്റ് ഗനാഷിന് പകരം കൊക്കോ പൗഡർ ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നല്ല കളർ തന്നെ കിട്ടിക്കോളും, ചോക്ലേറ്റ് ഫ്ലേവറും കിട്ടും. അപ്പം ഞാനിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കേക്ക് ബോർഡിൽ എന്തിനാണ് ക്രീം അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ കേക്ക് തെന്നി പോകാതിരിക്കാനാണ്. അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോഴത്തേക്കും കേക്ക് ചിലപ്പോൾ ചെരിഞ്ഞ് താഴെ ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്രീം തേക്കുവാണെങ്കിൽ അവിടെ സ്റ്റേബിളായിട്ട് ഇരുന്നോളും. ഇനി അതിലേക്ക് നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ സൈഡിൽ കുറച്ച് വിട്ട് പോയായിരുന്നു കേട്ടോ, അത്രയും സോഫ്റ്റ് ആട്ടോ. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളവും പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് ഒരു നുള്ളിടുവാണെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് കിട്ടും. കോഫി ഫ്ലേവർ വേണമെങ്കിൽ അത് ഇടാം കേട്ടോ.
അപ്പോൾ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ ഇതായിട്ട് സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയായി പോകും കേക്കിൻ്റെ ലെയേഴ്സ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച പൈപ്പിംഗ് ബാഗിൽ ക്രീം മാറ്റിയില്ലേ, ആ ക്രീം ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പൈപ്പ് ബാഗിൽ ക്രീം അപ്ലൈ ചെയ്യുന്ന കേട്ടോ ഇച്ചിരി കൂടി ഈസി ആയിട്ടുള്ളത്. അല്ലെങ്കിൽ പൈപ്പ് ബാഗിൽ അത് ചുമ്മാ പാലറ്റ് നൈഫിൽ ക്രീം എടുത്തിട്ട് സ്പ്രെഡ് ചെയ്താൽ നന്നായിട്ട് തന്നെ വരും. ഞാൻ ഈസി മെത്തേഡിൽ ചെയ്താട്ടോ. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഗനാഷ് റെഡിയാക്കിയില്ലേ, ആ ഗനാഷ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഫില്ലിംഗ് ആയിട്ട്. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ എന്ത് വേണമെങ്കിലും ഫില്ലിംഗ് കൊടുക്കാം. നട്ട്സോ ചോക്ലേറ്റ് ചിപ്സോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട്. അപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പം അടുത്ത ലെയർ കേക്കിൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക, ക്രീം അപ്ലൈ ചെയ്യുക, പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞുള്ള ഷോർട്സൊക്കെ ഞാൻ ഫോണിലാട്ടോ എടുത്തേക്കുന്നത്, അതുകൊണ്ട് വേറെ രീതിയിലാട്ടോ കിട്ടിയേക്കുന്നത്. അപ്പം ഇത് ഞാൻ സെക്കൻഡ് ലെയർ വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നെ ഗനാഷ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ലെയറിൽ കുറച്ചധികം ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നല്ല ഷേക്കിംഗ് ആണ്. എൻ്റെ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ഒരു കയ്യിലും കൊണ്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ വന്നേ. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ക്രീം മാത്രം മുകളിലും സൈഡിലും അപ്ലൈ ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 10-20 മിനിറ്റത്തേക്ക് ഫ്രീസറിലാട്ടോ ഞാൻ വെച്ചേ. അത് കഴിഞ്ഞിട്ടാട്ടോ എടുത്തേക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അണ്ട് ഇതിൻ്റെ പുറംഭാഗത്ത് നമുക്ക് അവസാനമായിട്ട് ഔട്ടർ കവറിങ് കൊടുക്കാനായിട്ട് ഞാൻ ലൈറ്റ് ഷെയ്ഡ് ചോക്ലേറ്റ് ആട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തത് ഈ ഡാർക്ക് കളർ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡിൽ ചോക്ലേറ്റ് കളർ കിട്ടും. അപ്പോൾ ഞാൻ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിനാട്ടോ ഞാൻ ഐസിങ് ചെയ്യുന്നത് ഫൈനലായിട്ട്. അപ്പോൾ ഇതൊരു പൈപ്പ് ബാഗിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഐസിങ് നൈഫ് വെച്ചിട്ട്. ഇതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ സ്ക്രാപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നീറ്റ് ചെയ്തെടുക്കാം. പറ്റുന്ന പോലെ നീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ സ്ക്രാപ്പർ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ ചെറിയ സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ വരെയുള്ള സ്ക്രാപ്പർ വെച്ചിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ഈ കേക്ക് നന്നായിട്ട് തന്നെ തണുപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അത്യാവശ്യം പോറിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള ഗനാഷ് തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല മിഡിലേക്കായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് സ്പാച്ചില വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പാച്ചില വെച്ചിട്ട് വിപ്പിംഗ് ക്രീമിൽ ടച്ച് ചെയ്യാതെ ചോക്ലേറ്റ് ഗനാഷിൽ മാത്രം ടച്ച് ചെയ്തിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിക്കോളും. കേക്ക് നല്ല തണുപ്പായിട്ടിരിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും വിപ്പിംഗ് ക്രീം മെൽറ്റായി പോകാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ സൈഡിലായിട്ട് ഡ്രിപ്പിങ്ങും പിന്നെ മുകളിൽ കുറച്ച് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് കറക്കി കൊടുത്തോളൂ. അപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടി. അപ്പോൾ ഇനി നമുക്കിതൊരു ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കല്ലോ കേട്ടോ, കട്ടിയായി പോകും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ റോസറ്റ വരയ്ക്കുന്ന ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് ഒരു ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ സ്റ്റാർ നോസിലാട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റും ചോക്ലേറ്റും ആയിട്ടായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ചോക്ലേറ്റ് വെച്ച് ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റാർ നോസിലാണ്, ഇച്ചിരി വലിയ സ്റ്റാർ നോസിൽ. പിന്നെ 2 ചെറിയ നോസിൽസും വെച്ചിട്ട് ഞാൻ ഇത് മൊത്തം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ സൈഡിലായിട്ട് ഫ്ലവേഴ്സും പിന്നെ കുറച്ച് സ്റ്റാർസും ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് വൈറ്റ് ക്രീം മിച്ചമുണ്ട്. അപ്പോൾ ഞാനത് വെച്ചിട്ട് സൈഡിൽ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു ഡിസൈൻ കിട്ടും. പിന്നെ ഞാൻ ഇതിൻ്റെ ബോർഡറിലായിട്ട് താഴെ ബോർഡർ ഡിസൈൻ കൊടുത്തായിരുന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിലില്ല.
നിങ്ങൾക്ക് തമ്പ്നെയിലിൽ കാണുമ്പോൾ മനസ്സിലാവും ആ ഡിസൈനായിട്ട് ചെയ്ത് കൊടുത്തേ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.